ഈ വീഡിയോയിലൂടെ നമുക്ക് അഡ്വാൻസ്ഡ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ചിട്ട് പഠിക്കാം. ഞാൻ ഇവിടെ 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഹൈലൈറ്റ് 1 കോളം വാല്യൂസ്. അതായത് നമുക്ക് ഇവിടെ ഞാൻ ഓരോ ഡാറ്റ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഏതിലാണുള്ളത് ആ ഒരു കോളം ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഡാറ്റ വാലിഡേഷൻ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ലിസ്റ്റിൽ. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഡെസിഗ്നേഷൻ ഓരോന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ, ഇപ്പോൾ ജൂനിയർ അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ജൂനിയർ അക്കൗണ്ടൻ്റ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യണം. ആ ഒരു ഫോർമുല അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്തു, നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട കോളം അത് സെലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ പോയിട്ട് ന്യൂ റൂൾ കൊടുക്കുക. ന്യൂ റൂൾ കൊടുത്തതിന് ശേഷം ഇവിടെ യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, റൂൾ ടൈപ്പ്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഫോർമുല അടിക്കാനുള്ള ഒരു പ്ലേസ് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ഈക്വൽ ടു ഇതിലത്തെ ഫസ്റ്റ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് എവിടെയാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അതിലത്തെ ഫസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡോളർ സിമ്പിൾ വന്നിട്ടുണ്ടാവും. ആ ഡോളർ സിമ്പിളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഓക്കെ, ഇസ് ഈക്വൽ ടു നമുക്ക് ഏത് ഡാറ്റ ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവിടെ വാല്യൂ ഹൈലൈറ്റ് ആവേണ്ടത് എന്നുള്ളത്, അതാണ് നെക്സ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ ഇത് സെലക്ട് ചെയ്യാം, അതായത് G7 എന്നുള്ളത്. അതെപ്പോഴും സ്റ്റാറ്റിക് തന്നെ ആയിരിക്കണം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യരുത്, ഡോളർ സിമ്പിൾ അതിനെ ഒഴിവാക്കരുത്. ഓക്കെ, ഇനി നമ്മൾ ഫോർമാറ്റ് പോയിട്ട് നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു ഗ്രീൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ കളർ അതായത് ഇപ്പോൾ അക്കൗണ്ട് സ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് സ്ട്രെയിൻ എന്തായി, ഹൈലൈറ്റ് ആയി. ഞാൻ നെക്സ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള സെലക്ട് ചെയ്തപ്പോൾ അത് സെലക്ട് ആയി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റൂൾ. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. അതായത് ഞാനിവിടെ ഓരോ ഇതിന് നമുക്ക് ഫസ്റ്റ് ഒരു ഡാറ്റ വാലിഡേഷൻ കൊടുക്കാം. ഡാറ്റയിൽ ഡാറ്റ വാലിഡേഷൻ ലിസ്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ ഓരോ ഡാറ്റ ചേഞ്ച് ചെയ്യുമ്പോഴും, അതായത് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് സ്ട്രെയിൻ ഏത് മാറ്റുന്ന സമയത്തും നേരത്തെ ഈ ഒരു കോളം മാത്രമായിരുന്നു ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അസിസ്റ്റന്റ് മാനേജർ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ്, ഈ അസിസ്റ്റന്റ് മാനേജറും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു റോ മൊത്തം ഫുള്ളായിട്ട് സെലക്ട് ആവണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫുൾ ഡാറ്റ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഹോമിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ന്യൂ റൂൾ യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ നമ്മൾ സെലക്ട് ചെയ്തു. ഇസ് ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ഡോളർ സിമ്പിൾ ഒഴിവാക്കുക. പക്ഷേ ഈ എന്നുള്ള കോളത്തിൻ്റെ റെഫറൻസിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആ ഡോളർ സിമ്പിൾ ഒഴിവാക്കരുത്. കാരണം എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്കെപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കണം. ഓക്കെ, അതായത് ഈ കോളം എന്നുള്ളത് സ്റ്റാറ്റിക് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇസ് ഈക്വൽ ടു നമുക്ക് ഏതാണ് വേണ്ടത്, G27. അപ്പോൾ അതിലാണല്ലോ നമ്മൾ ഡാറ്റ ഇരിക്കുന്നത്. അത് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഫോർമാറ്റ് എടുത്ത് കളർ സെലക്ട് ചെയ്ത് ഓക്കെ. ഈ ഒരു റോ മൊത്തം, അതായത് ഈ ഒരു റോ ഫുള്ള് സെലക്ട് ആയത് ഹൈലൈറ്റ് ആയത് കണ്ടോ. ഇനി നമ്മളിവിടെ ഓരോന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഓരോന്നിൻ്റെയും കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ആ റോ ഫുള്ളായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളത് ഒരേ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റോയും ഹൈലൈറ്റ് ആവും, അതേപോലെ കോളവും ഹൈലൈറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒരു ഡാറ്റ വാലിഡേഷൻ കൊടുക്കാം. ഡാറ്റയിൽ ഡാറ്റ വാലിഡേഷൻ ലിസ്റ്റ്. ഓക്കെ, അതേപോലെ ഹെഡിങ്സിൻ്റെ ഡാറ്റ വാലിഡേഷൻ അതും കൂടി നമുക്ക് ഇവിടെ കൊടുക്കാം. ഡാറ്റ വാലിഡേഷൻ ലിസ്റ്റ്
നെയിം, ഏജ്, എംപ്ലോയി കോഡ്, ഡെസിഗ്നേഷൻ അതും കൊടുത്തു. ഓക്കെ, നമ്മൾ ഡാറ്റ വാലിഡേഷൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. അതിനുശേഷം ഹോം, ന്യൂ റൂൾ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്തു. അതിലെ കോളം മാത്രം സ്റ്റാറ്റിക് ആക്കി, അതായത് ഡോളർ സിമ്പൽ കൊടുത്ത് ഇ എന്നുള്ളതിന് ഈക്വൽ ടു സെൽ റെഫറൻസ് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, G48 ആണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഫോർമാറ്റിൽ ഗ്രീൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ റോ മൊത്തം സെലക്ട് ആവും. അതായത് തൊട്ട് മുകളിൽ നമ്മൾ എന്താണോ ചെയ്ത് അതേ സെയിം സംഭവം തന്നെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ഒരു കോളം ഫുള്ളായിട്ട് അതും കൂടി നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡാറ്റ സെലക്ട് ചെയ്തു. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾ, യൂസ് എ ഫോർമുല ഈക്വൽ ടു ഇവിടെ നമ്മൾ ഈ നെയിമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് സെലക്ട് നെയിം മീൻസ് അതായത് റോയിലുള്ള ഡാറ്റയാണ് നമുക്ക് ഇവിടെ സെലക്ട് ആവേണ്ടത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ റോ നമ്പർ, അതായത് 47 എന്നുള്ള ആ നമ്പർ എന്ത് ചെയ്യണം, സ്റ്റാറ്റിക് ആക്കി വെക്കണം. ഓക്കെ, ഈക്വൽ ടു നമുക്ക് ഇവിടെ ഈ ഒരു ഹെഡിങ്സുകൾ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യേണ്ടത്, ആ കോളം ഫുള്ളായിട്ട് സെലക്ട് ആവേണ്ടത്, ഹൈലൈറ്റ് ആവേണ്ടത്. ഫോർമാറ്റ് ഞാൻ റെഡ് കളർ കൊടുക്കുന്നു. ഓക്കെ, ഓക്കെ, ഇവിടെ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്ത് എംപ്ലോയി കോഡ് ആക്കുന്ന സമയത്ത് എംപ്ലോയി കോഡ് ഫുൾ കളറായി, ഹൈലൈറ്റ് ആയി. അതേപോലെ ഏജ് മാറ്റുന്ന സമയത്ത് ഏജ് ആയി, നെയിം കൊടുക്കുന്ന സമയത്ത് നെയിം ചേഞ്ച് ആയി. അതേപോലെ തന്നെ ഇവിടെ അക്കൗണ്ട് സ്ട്രെയിൻ മാറ്റിയിട്ട് അക്കൗണ്ടൻ്റ് ആക്കുന്ന സമയത്ത് അക്കൗണ്ടൻ്റ് എന്നുള്ളത് കളർ വന്നു. ഓക്കെ, ഇവയാണ് 3 ടൈപ്പ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കണ്ടീഷണൽ ഫോർമാറ്റിങ്സ്. ഓക്കെ, താങ്ക് യു.